പൗർണമി ഇത് തന്നെയാ. അതെ അതെ, സീരിയലായിട്ടൊക്കെ ഇട്ട് വെച്ചാൽ കണ്ടില്ലേ? ആ അത് തന്നെ. കൊള്ളാല്ലേ? അമ്മ ഇത് ഓക്കെ അല്ലേ? സൂര്യ, നീ ഇഞ്ച് ചെയ്തില്ലേ? അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടില്ലായിരുന്നോ? ഓക്കെ പെണ്ണ് കാണാൻ പോകുമ്പോഴെങ്കിലും ഒന്ന് ഇഞ്ച് ചെയ്യടാ. ഞാനാ പറയണേ, നീ ഒന്ന് ഇഞ്ച് ചെയ്യേ. തർക്കിച്ച് നേരം കളയണ്ട, നീ ചെയ്തോ. ഇത് ഒറ്റ ബുദ്ധിയാ. മനുഷ്യ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. വല്ലാത്തൊരു കഷ്ടോട്ടോ ഇത്. ഇഞ്ച് ചെയ്യടാ. ഒന്ന് വേഗം ആവട്ടെടാ, നമ്മൾ അല്ലെങ്കിലേ ലേറ്റാ. നിങ്ങള് ഞങ്ങള് പെണ്ണ് കാണാൻ. SBT രഘു പറഞ്ഞ. അതെ അതെ, അത് തന്നെ. നിങ്ങൾ കുറച്ച് ലേറ്റ് ആയി അല്ലേ? സ്റ്റേഡിയം ക്രോസ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഇന്ന് കളിയുണ്ടല്ലോ, ക്രിക്കറ്റേ. അതെ അതെ, കളി നമ്മൾ ആരുമായിട്ടാ? അമേരിക്ക. അമേരിക്കയായിട്ട് ക്രിക്കറ്റ്. ശ്രീലങ്ക. അതെ ശ്രീലങ്ക. സോറി. വരൂ വരൂ. ആയിക്കോട്ടെ. അമ്മ ഒന്ന് പുറത്തിറങ്ങുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? വരൂ പ്ലീസ് കം. ലേറ്റ് ആയപ്പോൾ മനസ്സിലായി എന്തെങ്കിലും ബ്ലോക്കിലോ മറ്റോ പെട്ട് കാണും. എനിക്കങ്ങനെ ആരും ഫോളോ അപ്പ് ചെയ്ത് ശീലമില്ല. പിന്നെ ഇയാൾ പറഞ്ഞ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. നമസ്കാരം. അതുകൊണ്ടാണ് വിളിച്ചത്. അത് നന്നായി. വരൂ. നീ എന്തുവായി ആലോചിച്ചു കൂട്ടുന്നേ? മാറിങ്ങോട്ട്. സുധേ, ചായ എടുക്കാൻ പറഞ്ഞോളൂ. ചേച്ചി എടുത്തോ. ഇതാ വരുന്നു. സോ വിജയ്, എൻജിനീയറിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. സോ ടെൽ മീ വിജയ്, വാട്ട്സ് യുവർ ഗോൾ? വാട്ട്സ് യുവർ എയിം? സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്. ഗുഡ്. കാലിബർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്തിയില്ല. ദിസ് ഇസ് മൈ കസിൻ and his wife. We are basically from Adur. അപ്പോ വൈഫ്? We are separated. എനിക്കൊന്നും ഹൈഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഐ ബീൻ ഫ്രാങ്ക് അബൌട്ട് എവറിത്തിങ്. കഴിക്കൂ. ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അയ്യോ, അത് വേണോ? അത് വേണോന്നോ? ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പോയി പരിചയപ്പെടൂ. ചെല്ലു സോനം. റൂമിലൊന്നും കയറണ്ട, ബാൽക്കണിയിലൊന്നും സംസാരിച്ചാൽ മതി. അതെ. എന്താ ഒരു കൺഫ്യൂഷൻ? ഗോ അഹെഡ്. Your fly is under. സോറി. Sit. സോറി. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല. പിന്നെ നീ എന്തിനാ സോറി പറഞ്ഞേ? എന്താ സൂര്യ, ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയിരിക്കണേ? മുതിർന്നവരോട് സോറി പറയുമ്പോ കാല് തൊട്ട് വന്ദിക്കണ്ടേ? ചെല്ല്, അങ്കിളുടെ കാല് തൊട്ട് വന്ദിക്ക്. അമ്മേ പ്ലീസ്. അതിന്റെയൊക്കെ ആവശ്യം എന്താ? അതെ. ഞങ്ങൾ അവനെ വളരെ കുലീനമായിട്ടാ വളർത്തിയിരിക്കണേ. എന്തോ തെറ്റ് ചെയ്തോണ്ട് അവൻ സോറി പറഞ്ഞേ. നേരം കളയല്ലേ. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്. എന്തിനാ ഇപ്പൊ എന്റെ കാല് പിടിക്കുന്നത്? ഞങ്ങൾ കണ്ടില്ലെങ്കിലും അവൻ എന്തോ തെറ്റ് ചെയ്തു എനിക്ക് മനസ്സിലായി. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്ട് വന്ദിക്ക്. ഞാൻ പഠിപ്പിച്ചതൊക്കെ നീ മറന്നോ? സോറി. ഒന്ന് പറയൂന്ന്. നിന്റെ അമ്മയ്ക്ക് പ്രാന്താടാ. ചെല്ലുമോനെ. ആ ഇപ്പൊ ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ അല്ലാണ്ട്. സോറി അങ്കിൾ. എന്റെ ട്രിപ്പ് ഇങ്ങോട്ടപ്പാ. It's all right. Sorry. I can manage. All is well. Yes. What are you thinking? ഒരു സിഗരറ്റ് വലിക്കാൻ. ഒരു സിഗരറ്റ് വലിക്കാൻ ടെൻഷൻ ആവുമ്പോ. Okay, 1 second. അല്ല, അത് that's okay. No, that's fine. ഐ ബിലീവ് ഇൻ ആസ്ട്രോളജി. ഐ തിങ്ക് ഇറ്റ്സ് എ സയൻസ്. അതിനാ ഞാൻ ആദ്യം ജാതകം ഫോട്ടോ ഒക്കെ ചോദിച്ചത്. 10ൽ 8 പൊരുത്തം. ഇറ്റ്സ് റിയലി ഗുഡ്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക്, എഡ്യൂക്കേറ്റഡ് ആൻഡ് നല്ല തറവാടിത്തൊക്കെ ഉള്ളൊരു പയ്യൻ. അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ നല്ലൊരു ഓപ്ഷൻ അങ്ങളെ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പറയല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ പറയുന്നത് ഇവനെക്കാട്ട് പഠിക്കണം എപ്പോഴും. അയ്യോ, അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാ. അവൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ ഒന്നുമില്ല, ജസ്റ്റ് ആൻ ആവറേജ്. ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നെസ്. താങ്ക് യു. എൻ്റെ മോള് കുറച്ച് വീക്കാണ് സ്റ്റഡീസിലൊക്കെ.
പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഷീസ് കണ്ടിന്യൂയിങ് ഹെർ സ്റ്റഡീസ്. അതൊരു 4 months കഴിയും. അത് കഴിഞ്ഞിട്ട് മാരേജിൻ്റെ കാര്യം വി കൻ തിങ്ക് അബൌട്ട് ഇറ്റ്, അല്ല? ബട്ട് ഇഫ് ദേ ലൈക്ക് ഈച്ച് അതർ. Hey. അങ്കിള് പൊളിയാണല്ലോ. ഡാഡി വലിക്കാറില്ല. പിന്നെ ഇനിയൊരു കാര്യം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം. നിങ്ങൾ ചോദിച്ചില്ല, അത് നിങ്ങളുടെ മാന്യത. എൻ്റേതെല്ലാം എൻ്റെ മോൾക്കാണ്. എൻ്റേതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഓ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതിലൊക്കെ എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. പിന്നെ ഈ വീടിരിക്കുന്ന സ്ഥലം എത്ര സെന്റ് വരും? അതൊരു 50 സെന്റ് വരും. അതിലേക്ക് എന്തിരിക്കുന്നല്ലേ? അവർ വന്നല്ലോ. ഭാഗ്യം. യെസ്, കം ഇരിക്കൂ. 5 minutes കൊണ്ട് പരസ്പരം എന്തറിയാനല്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്ന സമയമല്ലേ ഉള്ളൂ. സോ ഞാനൊരു പ്ലാൻ പറയാം. വിജയും സോനവും കൂടെ ഒരു ലഞ്ചിന് പോട്ടെ. ഒരു 3-4 days കഴിഞ്ഞ് മതി. അപ്പോൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അറിയാനൊക്കെ കഴിയുമല്ലോ. വാട്ട് യു സേ? അത് നല്ല കാര്യമാണ്, കൊള്ളാം. എന്നാൽ പിന്നെ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓ, അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഓക്കെ, നൈസ് മീറ്റിംഗ്. സെയിം ഹിയർ. വീണ്ടും ഉടനെ കാണാം. സീ യു യങ് മാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി വി ആർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫ്രം ഇന്ത്യ, കൊച്ചി, പള്ളൂർ, തിരുപ്പതി. ഇൻട്രസ്റ്റിംഗ്. സോ ആഡ് ഫിലിം ജിംഗിൾസ് ഒക്കെ ചെയ്യാറുണ്ടോ? പിന്നെ പോപ്പി കൂടെ, ജോൺസ് കൂടെ, സ്കൂബിയുടെ ഇതെല്ലാം നമ്മൾ ചെയ്തത്. അത് കൊള്ളാലോ. ഒരു മിനിറ്റ്. എന്തത്? ഇത് ഈ കാലിലെ വളങ്കടി മാറ്റുന്നതിനുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതാണ്, ഷൈലാക്. ഇതിനു വേണ്ടി ഒരു ട്യൂൺ ഉണ്ടാക്കാവോ? സിമ്പിൾ. Fine. ഷൈലാക്, നല്ല പേര്. അല്ല, നിങ്ങൾ വരുന്നില്ലേ? We are just making the time little more productive. 3172. हाँ, 3 डजन आज ही भेज दो. हाँ. അച്ഛാ, അന്ന് അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? സതീഷ്, ഒരു മിനിറ്റ്. അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? അവർ അഡ്രസ്സ് തെറ്റി വന്നല്ലേ, പിന്നെ അവരുടെ അഡ്രസ്സ് എവിടുന്ന? ഉണ്ടോ ഇല്ലയോ? അത്യാവശ്യം വല്ലതും ആണോ? തപ്പിയെടുക്കാം. കിട്ടിയാ കൊള്ളായിരുന്നു. എന്താടി കാര്യം? അതൊക്കെ ഉണ്ട്. നിനക്ക് വല്ല ഓട്ടോയിലും പോയാ അയ്യോ, അതൊന്നും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഹെൽമെറ്റ്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. വെരി ഫണി. വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു, ശൈലപ്പുരട്ടു, വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു, ശൈലപ്പുരട്ടു, കടിപ്പാടെ മാറ്റാനായി ഷൈലോക്കെന്റെ കാലിലുണ്ട്, ഷൈലോക്കെന്റെ കാലിലുണ്ട്, ഷൈലോക്കെന്നും കൂടെയുണ്ട്. ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് മറ്റേ മൗഗളിയുടെ പടലട. ഒന്ന് പോടാ, എന്റെ പഞ്ചമം പേരാണ്. പനി 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 കൊല. മിസ്റ്റർ വിജയ്, നീ ഇതൊന്നും കേക്കടില്ലേ? നിന്റെ ഭാവി അമ്മായിപ്പിന് വേണ്ടി ഉണ്ടാക്കണ പാട്ടാണ്. പുള്ളിക്ക് വേറെ പ്രൊഡക്റ്റ് ഒന്നും കിട്ടില്ല മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. കടി മാറ്റാനുള്ള മരുന്ന്. എന്താണ്? അല്ല, വളങ്കടി നീ ഇരുന്ന് മ്യൂസിക് ഉണ്ടാക്ക്. ഞാൻ പോയി കഞ്ഞി വെക്കാം. ഓക്കെ വിജയ്, നീ എന്തുട്ടി ആലോചിച്ചോണ്ടിരിക്കണേ? കൊറേ നേരം ആയല്ലോ. അവളെ ഒരു ഇത് ടെമ്പോ 4x4. അച്ഛാ. ഓ, ഫാമിലി ഡ്രാമ. ഞാനിപ്പോ പോവാം. ശരി അച്ഛൻ. അങ്കിളെ. ആ, താനോ? അച്ഛൻ കുറെ തവണ ഫോണിൽ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു, അങ്കിളിനെ കിട്ടിയില്ല. അതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്ത? സൗകര്യമുള്ളപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും, അതാണല്ലോ പതിവ്. കുറച്ചധികം കാശ് അച്ഛന് കൊടുക്കാനില്ലേ? അത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ അച്ഛൻ വിളിക്കുന്നത്. ഓഹോ, അപ്പൊ എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നാ? ഞാൻ കാശ് കൊടുക്കാനുണ്ടെന്ന് തെളിവ് വല്ലതും ഉണ്ടോ? അങ്കിള്, ഞാനൊരു ആർഗ്യുമെന്റിന് വന്നതല്ല. അച്ഛൻ്റെ അന്നത്തെ ആക്സിഡന്റിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ്. ഞാൻ പറയാതെ തന്നെ അങ്കിളിന് അറിയാലോ, 10-80 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോ കോടികളെക്കാൾ വലുതാ. പിടിപ്പില്ലാണ്ട കാശ് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ എവിടുന്ന് എടുത്തിട്ട് തരാനാ? 5-6 വർഷം ഒരുമിച്ച് ബിസിനസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. ആ, വേണേലൊരു 5000-10,000 മേടിച്ചോ, പക്ഷേ അതൊരു സ്ഥിരം കലാപരിപാടി ആക്കല്ല്. കാലമാടണമെന്ന് അറിയത്തില്ലയോ സാറേ? ആരെ പറ്റിക്കണമെന്ന് ആലോചിച്ചാൽ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ.
ഞാൻ ഇന്ന് രാവിലെ അച്ഛനോട് ചോദിച്ചേ ഉള്ളൂ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടോന്ന്. ഐ തിങ്ക് ഐ ഹാവ് എ പ്ലാൻ. അന്ന് ചോദിച്ചില്ലേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കോമൺ ഫാക്ട്സ് ഉണ്ടോന്ന്? ഉണ്ട്. നമുക്ക് 2 പേർക്കും ആവശ്യം ക്യാഷാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ച എൻ്റെ ഫുഡ് ട്രക്ക് ബിസിനസ് ഇല്ലേ, അത് പൊടിയൊട്ടി എടുത്താലോ? വിജയ് ഫുഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ വി ക്യാൻ റോൾ അപ്പ് ദിസ് ബിസിനസ്. വാട്ട് ഡു യു തിങ്ക്? അത് ശരിയാവില്ലടോ. ആ കല്യാണം ഏതാണ്ട് ഓക്കെ ആയി. അന്ന് അവിടെ നിന്ന് കാണാൻ പോയില്ലേ അവര്. പരസ്പരം ഇഷ്ടമായോ? ഫാമിലീസിന് ഓൾമോസ്റ്റ് ഓക്കെ. അതിനവരല്ലല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ആ കുട്ടിയുടെ അച്ഛനും എന്തോ വലിയ ബിസിനസ്സാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അറിഞ്ഞിട്ടും അവര് പ്രൊസീഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പെൺവീട്ടുകാരുടെ കാശ് നോക്കിയിട്ട് ഒരു കല്യാണം അല്ലേ? വെരി സാഡ്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ലെന്ന് എനിക്ക് ഇന്ന് കേട്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. നാളെ വീണ്ടും കാണുന്നുണ്ടോ അവരെ ലഞ്ചിന്? തനിക്ക് നല്ലൊരു ടാലൻ്റ് ഉണ്ട്, അതുപയോഗിച്ച് കാശുണ്ടാക്കിക്കൂടെ? അല്ലാതെ ഡൗറി വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെ ഭയങ്കര ചീപ്പാ. എടോ, ചിലർ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യും, ചിലർ ജോലിയിൽ ജീവിക്കും. മറ്റു ചിലരുണ്ട് ഒരു ജോലിയും ചെയ്യാത്തവർ, ഒന്നും ശരിയാവാത്തവർ. ഞാൻ ആ കാറ്റഗറിയാ. എൻ്റെ ചുറ്റും ഒന്നും ഓക്കെ അല്ല. മൊബൈൽ ഇതാ എൻ്റെ നമ്പർ. ഫുഡ് ട്രക്കിൻ്റെ കാര്യത്തിൽ തീരുമാനം മാറുകയാണെങ്കിൽ അറിയിക്കൂ. എടോ, ഉള്ളിൽ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ചുറ്റുമുള്ളതൊന്നും ഓക്കെ ആയി തോന്നാത്തത്. ഹേയ് വിജയ്, നീ ഇവിടെയാണോ? അത് ശരി. നീ ഒറ്റയ്ക്കുള്ളൂ? ഇല്ലടാ, ചെറിയൊരു മീറ്റിംഗ്. ആണോ? ശരി, നടക്കട്ടെ. ഞാൻ ഇവിടെ ഉണ്ട്. ഹായ്. ഹായ്. കുറേ നേരം എത്തിട്ട്? ഒരു 10 minutes. ഓ സോറി. ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരട്ടെ. തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ സോറി. എടോ സോറി സോറി. എടോ, കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധിച്ചൂട്. സോറി വിജയ്. ഒരു മിനിറ്റ്. എൻ്റെ പേരെങ്ങനെ അറിയാം. ഈ റെഫറൻസ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോഴേക്കും ഞാനങ്ങെത്താം. ഓക്കെ സർ. തുടങ്ങുന്നില്ല. സർ, ഓ സർ, അങ്കിൾ ഉണ്ടായിരുന്നോ? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് മുകളിലുണ്ടായിരുന്നു. അതാ ഇവിടെ ഫിക്സ് ചെയ്തത്. ഓ, എന്താ ഇവൾ തനിച്ചു വരുമെന്ന് വിചാരിച്ചോ? ആ അല്ല, ഐ മീൻ നോ. എന്തായാലും അങ്കിള് കാണാൻ പറ്റിയല്ലോ. സോനെന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഞാൻ വന്ന പോലെ ഫുൾ ടൈം ഫോണിലാണ്. ഇവൾക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. സോ ഷീ ഈസ് ഓൾവേസ് എൻഗേജ്ഡ് ഇൻ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്. എല്ലാം അതിൻ്റെ എക്സ്ട്രീമാണ് ഇവൾക്ക്. 100% എല്ലാം തികഞ്ഞ ആരാ ഉള്ളത് വിജയ്? യെസ് സർ, വെരി ട്രൂ. സോ ഐ എം എ ലിറ്റിൽ കോൺഷ്യസ് അബൌട്ട് ഫിക്സിങ് എ പാർട്ട്ണർ ഫോർ ഹെർ. എനിക്ക് ആഗ്രഹം എൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മരുമകനെയാണ്. ഒരുപാട് പ്രൊപ്പോസൽസ് വന്നവൾക്ക് ബിസിനസ്സിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫാമിലീസിൽ നിന്ന്. ബട്ട്
എനിക്കങ്ങനെ വേണ്ട. ഐ തിങ്ക് യു ഗോട്ട് മീ. ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതൊക്കെ അടിയോടെ വാരിക്കൊണ്ട് പോകും എന്ന് പേടിച്ചിട്ടാണെന്ന് കൂട്ടിക്കോളൂ. സോ ടെൽ മീ, ഹൗ ക്യാൻ യു സപ്പോർട്ട് മീ ഇൻ മൈ ബിസിനസ്? അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്ത് മുൻപരിചയമാണ് വിജയിക്കുള്ളത്? സോ ബിസിനസ്, ഞാനൊരു ഫ്രണ്ടും കൂടെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ട്രക്ക്, റെസ്റ്റോറൻറ്റ് ഓൺ വീൽസ് വിത്ത് ഗുഡ് ഫുഡ് ആൻഡ് ഗുഡ് മ്യൂസിക്. വാട്ട് ഇസ് USP? USP dine with music. So good food, good music. Good idea. Yeah. What do you say? Please don't involve me in this, Dad. So what's the turnover like every month? ലാഭമല്ല. ടേൺ ഓവേഴ്സ് നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓ, സ്റ്റാർട്ട് ആയിട്ടില്ല? ഇല്ല സർ, വി ആർ ലൈക്ക് ജസ്റ്റ് അബൌട്ട് ടു സ്റ്റാർട്ട്. എല്ലാം റെഡി വരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ആവട്ടെ. ഐ വിൽ വാച്ച് ദ ഗ്രോത്ത് ആൻഡ് അക്കോർഡിംഗ്ലി നമുക്ക് വെഡിങ് പ്ലാൻ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ കഴിക്കാം. ഐ എം റിയലി സ്റ്റാർവിംഗ്. യു വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് ദ സൂപ്പ്? അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. മകളെ കെട്ടാൻ പോകുന്നത് കൊള്ളാവുന്ന ഒരുത്തനാവണമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നല്ലേ. മഹാഭാരത യുദ്ധത്തില് എതിർവശത്ത് സ്വന്തം അമ്മാവനായ ഭീഷ്മരെ കണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അർജുനന്റെ അടുക്കലേ കൃഷ്ണൻ പറഞ്ഞത് എന്തുവാ? യുദ്ധത്തില് ശങ്കിച്ചു നിന്നുകൂടാ, അമ്പെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം എതിരിക്കണമെന്ന. അതിന്റെ അർത്ഥം എന്തുവാ? സ്വന്തം അമ്മാവന്റെ തലവെട്ടി അങ്ങോട്ട് മാറ്റണമെന്നൊന്നുമല്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകരുതെന്ന. എടാ, നീ ഇപ്പൊ ഏതായാലും ആ പൗർണമി ഒന്ന് പോയി കാണ. എന്നിട്ടേ ബിസിനസ് ചെയ്യാൻ സമ്മതമാണെന്ന് അങ്ങ് പറ. नहीं भैया, आप लोग जितना तंगवा बोल रहे हैं वो बहुत ज्यादा है. नहीं मैडम, हमने वैसे बहुत ही कम ही बोला है. आप तो कुछ करो ना आपकी तरफ से, प्लीज़ मैडम. मैं आपको 2 दिन में बता देंगे. अच्छा ठीक है मैडम. क्या भाईजान, तुम तो 1000 रुपए तो कम कर सकते थे. वो बुलाएगा यार. നല്ല ഐശ്വര്യമാണല്ലോ. ഇതാ ഇപ്പൊ ഒരു ഷെഫിനെ അപ്പോയിന്റ് ചെയ്തേ ഉള്ളൂ. അപ്പോയിന്റ് ചെയ്തു? പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞതിന് ചുമ്മാ. ഇയാൾക്കൊന്നും ഓക്കെ അല്ല, ചുറ്റുമുള്ള ഒന്നിനോടും താല്പര്യമില്ല. ഫാദറിനോട് ബിസിനസ് എന്തോ ഏറ്റെടുത്ത് നടത്താൻ പോവാന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് ചോദിക്കാൻ വിളിച്ചേ. ഓ, വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത്. ഹലോ, ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമേ ക്ഷമയാണ്, അതറിയാവോ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഫുഡ് ട്രക്കിന്റെ മെയിൻ്റെനൻസ്, പർച്ചേസ്, കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നാളെ മോർണിംഗ് ഷാർപ്പ് 9 AM ജോലികൾ തുടങ്ങണം. മറ്റേ ആ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടി വിളിച്ചോളൂ. വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഓൾറെഡി ഒരു കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചതാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വർക്ക് നമ്മൾ തന്നെ കൊടുക്കണം എന്ന് വളരെ നിർബന്ധം. അതുകൊണ്ടാണ്. ആക്ച്വലി ഞങ്ങൾക്ക് കേറ്ററിംഗ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ആദ്യത്തെ ബിസിനസിന്റെ കൂടെ ഞങ്ങൾ പുതിയ പ്ലാനും കൂടെ തന്നില്ലേ. സോ ദാറ്റ്സ് ഓൾ. ഐ ട്രസ്റ്റ് യു. താങ്ക്സ്. ഇംപ്രസ് എവരിവൺ വിത്ത് ഡെലീഷ്യസ് ഫുഡ്. ഷുവർ അങ്കിൾ, വി വിൽ. ഓക്കേ. അങ്കിൾ എന്നെ ഒന്ന് ലൈബ്രറിയിൽ ഡ്രോപ്പ് ചെയ്യണം. പിന്നെന്താടാ? അങ്കിൾ, ഇത് വിജയ്, പിങ്കിയുടെ പാർട്ട്ണറാ. ഇതെന്റെ അങ്കിൾ. ഹായ് ജെന്റിൽമാൻ. ഹലോ സർ. സീ യു ടുമോറോ. ടുമോറോ? ഓക്കേ. നാളെ കാണാം. നാളെ? ഹേ, അതേതാ ജെന്റിൽമാൻ? നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് ഓർഡർ കിട്ടി. കേറ്ററിംഗ് ആണ്, ട്രയലായിട്ട് കൂട്ടിയാൽ മതി. എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. കേറ്ററിംഗ് നമ്മുടെ പ്ലാനിലില്ലല്ലോ. ഏതാ ക്ലച്ച് പിടിക്കുന്നതെന്ന് ആർക്കറിയാം. ഇങ്ങോട്ട് വന്നേല്ലേ, ബിഗ് ഇവന്റ് മാനേജറാണ്. പക്ഷെ നാളെ രാവിലെ 11 മണിക്ക് ഫുഡ് അവിടെ എത്തണം. ബട്ട് നാളെ എന്ന് പറയുമ്പോൾ മെനു ഒക്കെ. മെനു ഒന്നുമില്ല, അതിനൊക്കെ മെയിൻ കേറ്ററിംഗ് കമ്പനി വേറെയുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിൻ്റെ ഓർഡർ മാത്രമേ ഉള്ളൂ. സോ റിസ്ക് എടുക്കണ്ട. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഞാനവിടെ ഉണ്ടാവും. വണ്ടിയിൽ ഡീസൽ അടിക്കാൻ മറക്കരുത്. എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. എന്നാലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്താൽ പോരെ? സ്റ്റാർട്ടേഴ്സ് അല്ലേ? വിജയ്, 24 hours പോലും ഇല്ല ഇവന്റിന്. വെറുതെ എന്തിനാ ടെൻഷൻ?
എങ്ങനെ എലിഗന്റ് ആയിട്ട് സെർവ് ചെയ്യാന്ന് ആദ്യം പഠിക്കും. ഓക്കെ. എണീറ്റ് എനിക്ക് 75,000. മാർജിൻ ഉണ്ടോ? ഒരു 20,000. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ടേഴ്സ്. ദാറ്റ്സ് എ ഗുഡ് വൺ. അപ്പൊ ഞാൻ പോയി പ്ലാനിങ് തുടങ്ങട്ടെ. സിയോ. ഞങ്ങളെ കോളിനും തോണിനെ പോലെ ഡെയിലി കളിച്ചിറക്കണമാരല്ല. ഞങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. വി ആർ മ്യൂസിക് ഡയറക്ടർ. വി മേക്ക് മ്യൂസിക്. പോയി ഓളിടാ. ചലെ പോയി. ആദ്യത്തെ അഡ്വാൻസ്. ഒരു ഹെൽപ്പ് വേണം. വാ. ഹെൽപ്പ് ഒന്നുമില്ല. കളിയുണ്ട്. ഓ അപ്പോ എന്റെ ചെലവില് നീയൊന്നും ബിയർ അടിക്കുന്നില്ല? ഓഹോ പ്രലോഭനം കി ബാരെ മേ. പിങ്കി ഒന്ന് വേഗം വന്നേ. എന്തു പറ്റി? വേഗം വാ. എന്താ? ചേച്ചിയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ചേച്ചി എന്തായി ചെയ്യുന്നേ? പൊടി അമ്മ എണീക്കും. ചേച്ചി ഇതൊന്നും ശരിയല്ല. എനിക്കേ ഇതുകൊണ്ട് 2 മാസത്തെ EMI അടയ്ക്കാം. ചേച്ചി പ്രായമായ അമ്മയാണ്. അതെ അത് തന്നെ. പ്രായമായ അമ്മയ്ക്ക് എന്തിനാ സ്വർണം? പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടടി. ചേച്ചി പ്ലീസ് അത് കൊണ്ടുപോകരുത്. ഇവിടുത്തെ കാര്യത്തിൽ നീ ഇടപെടണ്ട ചേച്ചി. വിടരുത്. മരിക്കാൻ കിടക്കുന്ന ആൾക്കല്ലേ മാലേ മാളി. നാളെ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയി കഴിയുന്ന നേരത്ത് എല്ലാവരും പിങ്കിയെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് പറയും പിങ്കി ദ സ്റ്റാർട്ടേഴ്സ് വർ സോ അമേസിംഗ്, സോ എക്സ്ട്രാ ഓർഡിനറി. അപ്പൊ നീ പറയും ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് പറ്റിയതല്ല, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്താണ് അല്ലേ? അപ്പൊ അവള് പറയും ഓ മൈ ഗോഡ് വിജയ് യു ആർ സോ സ്വീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ആൻ അമേസിംഗ് ഷെഫ്. ദേ ഞാനിത് ഫുൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കഴിയണവരെ ഉറങ്ങണമെന്ന് മാത്രം എൻ്റെ അടുത്ത് പറയും. പറയില്ല. വേണ്ട അടിക്കേ എനിക്കുണ്ട്. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ താൽക്കാലികമായിട്ട് കള്ളുകൂടി നിർത്തി. എടാ വീട്ടിലെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റിൽ ആവണവരെ കുറച്ച് സീരിയസ് ആയില്ലെങ്കിലേ ചിലപ്പോ നൈസായിട്ട് പണി പാടും. അത് ഞാനേ നാളത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടി. എനിക്ക് അറിയാവുന്ന സ്ഥലം. പിന്നെ ഏത് ഹോട്ടൽ ഓർഡർ കൊടുത്തേക്കുന്നേ? ഹോട്ടൽ കാസിലോ. അയ്യോ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? എന്നാ ഓക്കെ ശരി. അപ്പൊ എന്നാ നാളെ കാണാം. നേരത്തെ ഉറങ്ങിക്കോ. പിന്നെ രാവിലെ വരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണേ. ആദ്യത്തെയാണ്. ഓക്കെ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എന്റെ തിരുവാർമല കൃഷ്ണ. ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു. നോട്ട് റീച്ചബിൾ എന്നൊക്കെയാ പറയുന്നേ. അതെ എണീറ്റപ്പോ എന്നൊന്ന് വിളിക്കായിരുന്നു. ഇറ്റ്സ് ഓക്കെ. എല്ലാം റെഡിയല്ലേ? എവിടെ എത്തി? പുറപ്പെട്ടില്ലേ ഇതുവരെ? നോക്കൂ നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റില്ല. സ്റ്റാർട്ടേഴ്സ് ആണ് സെർവ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പറ്റില്ല.
നോക്കൂ മുറ്റത്തിന് ഈ ക്ലാസ്. ആ എല്ലാവരും ഉണ്ടല്ലോ. ബിസിനസ് അടിച്ച് കസറാണ് അല്ലേ? am I right? പൗർണമി അങ്ങനെയല്ലേ പേര്? ന്യൂസിൽ കണ്ടായിരുന്നു രണ്ടാളെയും. വെരി ഹാപ്പി. താങ്ക് യു. മോളെ ഇന്ന് കാണുമെന്ന് കരുതിയില്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ. ഇവർക്കൊക്കെ അറിയാം ഞാനൊരു ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണെന്ന്. എന്നാലും കണ്ടത് കൊണ്ടൊന്ന് ചോദിക്കട്ടെ. നോ ഫോർമാലിറ്റി സർ, ചോദിച്ചോളൂ. മോളുടെ ഷെയർ ഞങ്ങൾക്ക് തന്നേക്കാവോ? ബിസിനസ് എനിക്കൊരു അഡിക്ഷനാ. മോൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണെങ്കിലും അതിന്റെ 3 ഇരട്ടി ഞാൻ തരാം. വിജയ് എന്റെ ഭാവി മരുമകനാ. ഇയാളുടെ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുന്നത്? എന്തു പറയുന്നു? ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല സർ. ആലോചിച്ച് പറഞ്ഞാൽ മതി. എനിക്കൊന്നും ഹൈഡ് ചെയ്ത് ശീലമില്ല, അതുകൊണ്ടാ ചോദിച്ചത്. സോ നെക്സ്റ്റ് സൺഡേ എന്റെ മോളും ഇയാളുമായുള്ള പ്രീ എൻഗേജ്മെന്റ് പാർട്ടിയാണ്. അതിനൊരു വലിയ പാർട്ടിയൊന്നുമല്ല, ചെറിയ ഒരു 10-15 പേർ, അത്രേ ഉള്ളൂ. മോൾ എന്തായാലും ഉണ്ടാവണം. നോ എക്സ്ക്യൂസസ്. സർ, പ്രീ എൻഗേജ്മെന്റ് പാർട്ടിയോ? എന്നോടൊന്നും പറഞ്ഞില്ല. അത് പറയാനല്ലേ ഞാനിവിടെ വന്നത്. പിന്നെ ഈ ചെക്ക് തരാനും. ദാ ഇത് വെച്ചോളൂ. എന്തിനാ ഇത്? ചന്ദ്രനിപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അത്യാവശ്യത്തിന് ഉപകരിക്കുമ്പോഴല്ലേ ക്യാഷിന് വാല്യൂ കൂടുന്നത്. ചന്ദ്രൻ വാ, എനിക്ക് ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചതാ. വരൂന്നേ. അച്ഛമ്മ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇരിക്കും മോളെ. അതല്ല, 1-2 സ്ഥലത്ത് പോവാനുണ്ട്. പിങ്കി, പിങ്കി, അയാൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചു. എനിക്കൊക്കെ എന്താ? ഐ ആം സോറി. എനിത്തിങ് എൽസ്? എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. അച്ഛൻ പ്രോമിസ് ചെയ്തൊരു പ്രപ്പോസൽ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. പക്ഷേ സംഭവ അത് നടന്നില്ല. ഓ, അപ്പൊ എന്നെ ഓർമ്മ വന്നോ? അതല്ല, പലതവണ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴോ ബിസിനസ്സിൻ്റെ വാർത്ത ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോൾ തന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ച, ഒന്ന് നേരിലൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. കഴിഞ്ഞു. എന്നാ പൊക്കോ, താമസിക്കണ്ട. പിങ്കി, എന്റെ വീടായി പോയി. അല്ല, കാരണം നോക്കി ഞാൻ ഒരെണ്ണം തന്നേനെ. അതെന്തിനാന്നറിയോ? പ്രപ്പോസ് ചെയ്തപ്പോ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, അത് ബ്രേക്കപ്പിൽ കാണിക്കാത്തേന്. നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്നാ ഇത് കഴിക്കേ. കഴിച്ചോളാം. മോളെ, അന്ന് അച്ഛൻ്റെ ആ ഫ്രണ്ടും ഫാമിലിയും വന്നില്ലായിരുന്നു നിന്നെ കാണാൻ. അന്വേഷിച്ചിടത്തോളം ആ പയ്യൻ കൊള്ളാം, ഗുഡ് ക്യാരക്ടർ. പിന്നെ ഓസ്ട്രേലിയയിലാണ്, അതാ വലിയ അട്രാക്ഷൻ. അവരോട് ഞങ്ങൾ എന്താ പറയേണ്ടത് മോളെ? നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അവരോട് നോ പറഞ്ഞു. നോക്കണ്ട കാര്യമായിട്ട, നീ ജീവിക്കേണ്ടത് നിന്റെ ജീവിതമാണ്. മോക്ക പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മോൾ അന്ന് തന്നെ ഞങ്ങളോടത് പറഞ്ഞേനെ. ഈ പെമ്മക്കള് വളർന്നു വരുമ്പോൾ പേരൻസിൻ്റെ നെഞ്ചിൽ തീയാണ്.
കല്യാണപ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും. നല്ല സ്വഭാവവും ജോലിയും തറവാടിത്തൊക്കെ ഉള്ളൊരു പയ്യനെ കിട്ടുമെന്നുള്ള ആശങ്ക കൊണ്ടൊന്നുമല്ല. ഇങ്ങനെ കൊണ്ടു നടന്ന കുഞ്ഞിനെ ഇനി വേറൊരു വീട്ടിലേക്ക് അയക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ, അവളിനി ഞങ്ങളുടെ മാത്രമല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, ഓസ്ട്രേലിയക്ക് പോകാൻ നിനക്ക് ഇനി ഒരു ടിക്കറ്റ് മാത്രം പോരെ. നിന്റെ ഇൻറ്റ്യൂഷൻസ് തെറ്റില്ല. മോളെ ഇനി അമ്മ ഒന്നിനും നിർബന്ധിക്കില്ല. മോളുടെ തീരുമാനങ്ങൾ ഇനി നമ്മൾ 3 പേരുടെയും തീരുമാനങ്ങൾ. സൺഡേ ആണ് ഞാൻ റേഡിയോയിൽ ഒഫീഷ്യലി ജോയിൻ ചെയ്യണേ. ഈവനിങ് ഷോ ലൈവ്. അപ്പൊ ട്രീറ്റ് ഉണ്ട്. അതിൻ്റെയാണ് ട്രീറ്റ്. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ. സൺഡേ നിങ്ങൾ 2 പേരും എൻ്റെ ഷോയിലുണ്ടാവണം. റേഡിയോയിലോ? നീ എന്താ ആദ്യമായിട്ട് കേൾക്കണ പോലെ? ഞാൻ അന്നേ പറഞ്ഞല്ലേ, അതൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങൾ 2 പേരെ ഇവിടേക്ക് വിളിച്ചത്. ട്രൂ സ്റ്റോറീസ് എന്നാ ഷോൻ്റെ പേര്. പൂജ, നോ വേ, നോ വേ. ഒരു 10 minutes സ്റ്റുഡിയോയിലും കൂടെ വരണ്ട, ഫോണിൽ സംസാരിച്ചാൽ മാത്രം മതി. സൺഡേ എൻഗേജ്മെന്റ് അല്ലേ, അതും ഈവനിങ്. എനിക്കറിയാം, ബട്ട് വിജയ്, ഇസ് ദർ എനി വേ? ഞാൻ അവിടെ പറഞ്ഞു പോയി. പ്ലീസ് പ്ലീസ്. പ്ലീസ് ഒന്നും പറയണ്ട. പിങ്കി ഒക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ. ഇനി നീ ആയിട്ട് നോ ഒന്നും പറയരുത്, ഓക്കെ? ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാം. പിങ്കി, നമ്മൾ ഇന്നലെ ഫുഡ് ട്രക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ. എന്റെ ഷെയറിന് തന്റെ ഫാദറിനുള്ള ഒരു വില പറഞ്ഞിട്ടുണ്ടല്ലോ. താൻ കാര്യമായിട്ട് പറയുന്നതാണോ? അങ്ങേര് കാര്യമായിട്ടല്ലേ പറഞ്ഞേ? ആണെങ്കിൽ I'll sell it. ഒരു വിഷമമില്ല. എന്തിന്? അത് വെറും ഒരു ഫുഡ് ട്രക്ക് അല്ലേ? അങ്കിൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. തന്റെ റിപ്ലൈ എല്ലാം കിട്ടിയെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ തന്നെ വിളിക്കാറുന്നത്. എന്താ വിളിക്കാതിരുന്നേ? അങ്ങേർക്ക് വേറെ വലിയ വണ്ടികൾ വാങ്ങിച്ച് റീബ്രാൻഡ് ചെയ്യാനാ പ്ലാൻ. അപ്പൊ ഈ ഫുഡ് ട്രക്കോ? വിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ആംബുലൻസ് ആക്കുമായിരിക്കും, അല്ലെങ്കിൽ പൊളിക്കുമായിരിക്കും. പൊളിക്കാനോ? ആ, അതുപോലെ ഒരു ഫുഡ് ട്രക്ക് അല്ലേ. നരേഷ് വന്നിരുന്നു. ഓ, അപ്പൊ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. താൻ എന്നോടെല്ലാം പറയാറുണ്ടോ? എൻഗേജ്മെന്റ് കാര്യം പറഞ്ഞിരുന്നോ? പിങ്കി, ഇറ്റ്സ് ജസ്റ്റ് എ പ്രീ എൻഗേജ്മെന്റ് പാർട്ടി. എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. താൻ കേൾക്കുമ്പോൾ തന്നെ ഞാനും അതിനെപ്പറ്റി കേട്ടത്. ആൻഡ് വൈ ഷുഡ് ഐ ഹൈഡ് ഫ്രം യു? വന്നിട്ട് എന്നോട് സോറി പറഞ്ഞു. നാണോ ഇല്ല അവന്? എന്തായാലും തന്നെക്കാട്ടിലും ബെറ്റർ. അറ്റ്ലീസ്റ്റ് ഇമോഷൻസ് എങ്കിലും പുറത്ത് കാണിക്കുന്നുണ്ട്. എന്നെ അവനോട് കമ്പയർ ചെയ്തത്. എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഒരു കാര്യം ഉള്ളു തുറന്ന് പറഞ്ഞിട്ട് തനിക്കൊക്കെ വിശ്വസിക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? മൈ ഇന്റൻഷൻ ഇസ് നോട്ട് എൻ ആർഗ്യുമെന്റ്. പിന്നെ ഒന്ന് കണ്ട് ക്ലീൻ ആയിട്ട് ഒരു ബൈ പറയണം എന്നുണ്ടായിരുന്നു. ഒരു കോഫി കുടിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പൊ പിരിയുന്നതും അങ്ങനെ ആയിക്കോട്ടെ.